അപ്പം നമുക്ക് സബ്ജി റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി കോളിഫ്ലവർ ഞാനൊരു ഹാഫ് ആൻ അവർ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ആണെങ്കിൽ ഫ്രോസണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കൊറിയാൻഡർ ലീഫ്, ഒണിയന്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ ആണെങ്കിൽ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കൊരു സബ്ജി റെഡിയാക്കാം. കുക്കിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആകും, അത്രേ ഉള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കോളിഫ്ലവറും പൊട്ടറ്റോയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്നൊരു ഹാഫ് ഫ്രൈ ചെയ്താൽ മതി, അല്ലാതെ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്ക് ചപ്പാത്തിയോടൊപ്പം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും വറക്കാനും പൊടിക്കാനും പിന്നെ തേങ്ങയും ഒന്നും ചേർക്കേണ്ടാത്തതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും സബ്ജിയെ. ഇങ്ങനെ സബ്ജി മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി റോളാക്കാനും പറ്റും. അതാണെങ്കിൽ കുട്ടികൾക്ക് ടിഫിന് കൊടുത്തു വിടാനും ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇത്തിരി സമയം ഒന്നത് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് ഇതങ്ങ് മാറ്റിയേക്കാം. ഇനി നമുക്ക് സബ്ജി മസാല തയ്യാറാക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഇതിൽ നിന്ന് മാറ്റി ഫ്രൈ ചെയ്ത മൊത്തം നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം മസാല തയ്യാറാക്കാൻ ഓയിൽ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പെരിഞ്ജീരകമാണ് നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് നല്ല ജീരകം ഇടുന്നുണ്ട്. ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു സിനമൺ കറുവാപ്പട്ട ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ഒരു 2-3 ഏലക്ക. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നു. അപ്പം നമുക്കിനി എടുത്തു വെച്ചിരുന്ന ചില്ലിയും ഒണിയനും ജിഞ്ചറും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള വളരെ എളുപ്പത്തിൽ വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ അടച്ചും കൂടി വെക്കുവാണെങ്കിൽ അതിലും ഈസി ആയിട്ട് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് വഴന്ന് കിട്ടും. ഇനി നമുക്കിത് റെഡിയായോ എന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ടൊമാറ്റോ ഒക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ ഗരം മസാലയും എല്ലാം 1/2 ടേബിൾ സ്പൂണാണ്. ഇനി ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അതും ഒരു 1/2 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പം നല്ലതുപോലെ വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന നമ്മുടെ പട്ടാണി ചേർത്ത് കൊടുക്കാം. ചിലർ പട്ടാണി എന്ന് പറയും, ചിലരിതിന് ഗ്രീൻ പീസ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഗ്രീൻ പീസ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളിതിനെ മറ്റേ പാലൊഴിച്ചിട്ട് തേങ്ങാപ്പാലൊഴിച്ച് കറി വെക്കത്തില്ല, അപ്പോഴും നമ്മൾ ഗ്രീൻ പീസ് കറി എന്നാണ് പറയുന്നത്. പലരും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് ഫ്രോസൺ ആയതുകൊണ്ട് അധികം കുക്കിംഗ് ടൈം ഒന്നും എടുക്കത്തില്ല, ഒരു 5 മിനിറ്റ്സ് മതി കുക്കാകാനായിട്ട്. നമ്മളല്ലാത്തതാണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് വളരെ കുറവല്ലായിരുന്നു ആദ്യം ഇട്ടത്, അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് കൊറിയാൻഡർ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി
നമുക്കിതിലേക്ക് കോളിഫ്ലവറും പൊട്ടറ്റോയും ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അധികം സമയമൊന്നും എടുക്കത്തില്ല കുക്കാകാൻ. ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് നോർമൽ വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. സബ്ജി റെഡിയാകും. അങ്ങനെ നമ്മുടെ സബ്ജി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിക്കാവേ. അപ്പം സബ്ജി എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.